Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. തെരഞ്ഞെടുപ്പ് സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കേന്ദ്രസേന എടക്കര മേഖലയിൽ റൂട്ട് മാർച്ച് നടത്തി. നിലമ്പൂർ നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി സേനയുടെ സാന്നിധ്യം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നതിനാണ് റൂട്ട് മാർച്ച് നടത്തിയത്. വഴിക്കടവ് എടക്കര പോത്തുകൽ സ്റ്റേഷനുകൾക്ക് കീഴിലായിരുന്നു സേനയുടെ റൂട്ട് മാർച്ച്. പോലീസ്, സിആർപിഎഫ്, സിഐഎസ്എഫ് സേനകൾ റൂട്ട് മാർച്ചിൽ അണിനിരന്നു. വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ടി.വി. ധനഞ്ജയദാസ്, സിഐഎസ്എഫ് പ്ലാറ്റൂൺ കമാൻഡർ പി.എ. ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ മരുത കാഞ്ഞിരത്തിങ്ങൽ മുതൽ ചക്കപ്പാടം വരെയായിരുന്നു റൂട്ട് മാർച്ച് നടത്തിയത്. തുടർന്ന് ഇതേ സേനയുടെ നേതൃത്വത്തിൽ വഴിക്കടവ്, നാരോക്കാവ് എന്നിവിടങ്ങളിലും എടക്കര ഇൻസ്പെക്ടർ ഇ. ബാബുവിന്റെ നേതൃത്വത്തിൽ കലാസാഗർ മുതൽ പാലത്തിങ്ങൽ വരെയും സായുധ സേന റൂട്ട് മാർച്ച് നടത്തി. വരും ദിവസങ്ങളിൽ പ്രധാന ടൌണുകളിലും പ്രശ്നബാധിത മേഖലകളിലും റൂട്ട് മാർച്ച് നടത്തും. സിആർപിഎഫ്, സിഐഎസ്എഫ് എന്നീ സേനകളിലെ 90 പേരടങ്ങുന്ന സംഘമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. പോത്തുകൽ സ്റ്റേഷൻ പരിധിയിലെ എരുമമുണ്ട, മുണ്ടേരി, ഉപ്പട, ഞെട്ടിക്കുളം എന്നീ 4 ഇടങ്ങളിൽ ശനിയാഴ്ച റൂട്ട് മാർച്ച് നടക്കും. വ്യാഴാഴ്ച എടക്കര, പോത്തുകൽ സ്റ്റേഷൻ പരിധികൾക്ക് കീഴിൽ റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സിന്റെ 105-ാം ബറ്റാലിയന്റെ അസിസ്റ്റന്റ് കമാൻഡർ കിരൺകുമാർ, എടക്കര ഇൻസ്പെക്ടർ ഇ. ബാബു, പോത്തുകൽ സബ് ഇൻസ്പെക്ടർ മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തിയിരുന്നു. ഈസ്റ്റ് ലൈവ് എടക്കര.